കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. PMSSY ബ്ലോക്കിലെ അടച്ചിട്ട റൂമിലെ 2 കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളാണ് മോഷ്ടിച്ചത്. തീപിടുത്തത്തിൽ നശിച്ച ഉപകരണങ്ങൾക്ക് പകരം കൊണ്ടുവന്ന പുതിയ ഹാർഡ് ഡിസ്കുകളാണ് കാണാതായത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് നടന്ന മോഷണത്തിൽ കമ്പനി പ്രതിനിധികൾ പോലീസിൽ പരാതി നൽകിയിട്ടും മൊഴി നൽകാൻ ആശുപത്രി അധികൃതർ എത്തിയില്ല. നന്ദഗോപാലുണ്ട്. നന്ദു, എന്താണ് സംഭവം? അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തത്തിന് ശേഷം അടച്ചിട്ട സ്കാനിംഗ് റൂമിലാണ് ഇത്തരത്തിൽ 2 കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്നത്. ഇവിടെ ഈ തീപിടുത്തത്തിന്റെ സമയത്ത് തീ അണയ്ക്കുന്നതിന് വേണ്ടി വെള്ളം ഉൾപ്പെടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കേടായ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് 2 പുതിയ കമ്പ്യൂട്ടറുകൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പഴയ കമ്പ്യൂട്ടറുകൾക്ക് കേടുപാടുകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതോടെ ഈ കമ്പനി അധികൃതർ തന്നെ ഈ പുതിയ കമ്പ്യൂട്ടറുകൾ തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു. പക്ഷേ ഇത് പരിശോധിച്ചപ്പോൾ 2 കമ്പ്യൂട്ടറിനുള്ളിലും ഹാർഡ് ഡിസ്കുകൾ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സ്കാനിംഗ് റൂമിലേക്ക് പൊതുജനങ്ങൾക്കൊന്നും തന്നെ പ്രവേശനം അനുവദിക്കുന്നതല്ല. ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ മാത്രമാണ് ഈ സ്കാനിംഗ് റൂമിന്റെ ചാവികളും ഉള്ളത്. അപ്പോൾ എവിടേക്കാണ് ഈ ഹാർഡ് ഡിസ്കുകൾ പോയത് എന്നുള്ളതാണ് ചോദ്യം നിലനിൽക്കുന്നത്. ഏതായാലും കമ്പനി അധികൃതർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട FIR ഇടാനോ അന്വേഷണം ആരംഭിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആശുപത്രി അധികൃതരെ മൊഴി എടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ മൊഴി നൽകാനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഏതായാലും കമ്പനി അധികൃതർ ഈ ഹാർഡ് ഡിസ്കുകൾ തിരികെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്.